മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. കനത്ത ചൂടും ജലക്ഷാമവും മൂലം ദുരിതത്തിലായിരിക്കുകയാണ് വാഴ കർഷകർ. പാട്ടത്തിനടുത്തും മറ്റും കൃഷിയിറക്കിയ ഭൂമി ഒന്ന് നനയ്ക്കാൻ പോലും കഴിയാത്തതിനാൽ വിളകൾ മൊത്തം കരിഞ്ഞുണങ്ങുകയാണ്. തുവൂർ വാഴക്കിളിയിലെ പുതിയത്ത് ഷാജിയുടെ 800ഓളം വാഴകൾ ചൂട് താങ്ങാനാകാതെ ഒടിഞ്ഞു വീണു. നെരിയക്കമ്പൊയിൽ സ്വദേശിയായ പുതിയത്ത് ഷാജി ഉള്ളതെല്ലാം വിറ്റും പണയം വെച്ചുമാണ് 5 ഏക്കർ ഭൂമി പാട്ടത്തിനടുത്ത് വാഴയും പച്ചക്കറിയും കൃഷി ചെയ്തു തുടങ്ങിയത്. വേനൽ മഴ ഇല്ലാത്തതിനാൽ ഏറെ പാടുപെട്ടാണ് ഇവ നനച്ചു വളർത്തിയത്. എന്നാൽ കനത്ത ചൂട് മൂലം 1000 വാഴകളിൽ 800ഉം മൂപ്പെത്തും മുൻപേ നിലംപൊത്തി. പച്ചക്കറികളൊക്കെയും കരിഞ്ഞുണങ്ങുകയും ചെയ്തു. സ്വന്തമായി ഒരു വീട് വയ്ക്കാൻ പോലും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അധ്വാനവും മുതൽ മുടക്കും വെറുതെയായതിൻ്റെ നിരാശയിലാണ് ഷാജി. വർഷം വാഴച്ചിട്ട് ഒക്കെ വെയിലിങ്ങനെ ഒടിഞ്ഞു പോവാണ്. നനയ്ക്കാനും കഴിയുന്നില്ല. 10,000 വാഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ 1000 വാഴ കൊലച്ചിട്ടുണ്ടായിരുന്നു. അത് 3/4 ഭാഗം പോയി തുടങ്ങി. ഇനി ഇതെന്താവുമെന്ന് അറിയാൻ പറ്റൂല. ഇങ്ങനെ വെയിലാണ്, ഇനിയും പോകും. മഴയൊന്നുമില്ലെങ്കിൽ നനയ്ക്കാൻ വെള്ളമില്ല. പിന്നെ 4-5 ഏക്കറിൽ കൃഷിയുണ്ട്. 3000 വാഴകളുണ്ട്. 1000 വാഴ ഇപ്പോൾ കൊലച്ചത്. പിന്നെ ഇത് അവിടുന്ന് ഇവിടുന്നൊക്കെ പൈസ കടം മേടിച്ചിട്ടൊക്കെ ചെയ്ത കൃഷികളാണ്. പച്ചക്കറി ഉണ്ടായിരുന്നു, അതും കുറേ ഉണങ്ങിപ്പോയി. പിന്നെ എന്താ വെച്ചാൽ 10-25 കൊല്ലം ഇത് തുടങ്ങിയിട്ട് ഇതുവരെ കുട്ടികൾക്കൊന്നും ഒരു 5 സെൻറ്റ് സ്ഥലം ഒരു പെര ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒക്കെ നശിച്ചു പോകും. സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ലഭ്യമാകുമെന്നത് മാത്രമാണ് ഷാജിയുടെ പ്രതീക്ഷ. പഞ്ചായത്തിൽ തന്നെ ഒരു യുവ കർഷകനായിട്ട് 2-3 തവണ കൃഷിഭവൻ്റെ ആദരവ് ഏറ്റുവാങ്ങിയ ആളാണ് ഷാജി. സ്ഥിരമായിട്ട് ഈ കൃഷി ചെയ്തുകൊണ്ടാണ് കുടുംബം പുലർത്തുന്നത്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ലോണ് അതുപോലെ തന്നെ കിട്ടാവുന്നവിടെ നിന്നൊക്കെ കടം വാങ്ങി വളം ചെയ്ത് വലിയൊരു നഷ്ടത്തേക്കാണ് ഇപ്പോൾ ഷാജി പോകുന്നത്. അപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ, ഗവൺമെൻറ് തന്നെ ഇത്തരത്തിലേക്ക് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഏർപ്പെടുത്തണമെന്നാണ് ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എളിയ പ്രവർത്തകൻ. ന്യൂസ് ബ്യൂറോ തുവൂർ.